മോളെ മോളെ തുടങ്ങി പിടിക്കാന്. ഇപ്പൊ ഞാൻ മൂത്രയിപ്പിച്ചാൽ ഗതികത്തെല്ലാം നിങ്ങൾ എത്തിക്കാള്ളു. ഇതെന്താ ഇതേ ഒരു പണി എടുക്കാനായില്ല. ടെൻഷൻ വരുന്നാരും വാങ്ങിക്കൊണ്ടത് മക്കളെല്ലാവരും വരികയായിരുന്നു. അപ്പൊ ഞാൻ ഒറ്റയ്ക്ക് ഇതിട്ടാ മൂത്രം എടുക്കണം. ഞാനേ കൂട്ടം കൂടുന്ന കിടക്കുന്ന അമ്മേനെയോ ഇതെന്നായി പറയുന്നെങ്കി? ഞാൻ പറയുന്നത് മോളെ, ഇപ്പൊ ഞാൻ എല്ലാം ചെയ്ത് വന്നിക്കാനുള്ളൂ. മൂത്രം ഒഴിക്കുക എപ്പിടൊക്കെ ചെയ്തിട്ട് ഇപ്പൊ അത് ആദ്യം വിളി തുടങ്ങിക്ക. എനിക്കൊരു പണി എടുക്കാനാന്നില്ല. ഇവിടുന്ന് മെനക്കേട്ട് ഇങ്ങനെ വിളിക്കുക. ഇപ്പൊ കടന്നു നോക്കുമ്പോ ഒരാളും ഇങ്ങോട്ട് വരുന്നും കൂടിയില്ല. ഇങ്ങോട്ടേലും പോയാ എങ്ങോട്ടാ വരുന്നേ? ഞാൻ ഹെൽത്ത് സെന്ററിൽ പോയതേനു. വയസ്സന്മാരിങ്ങനെ കിടന്നിടത്ത് വിളിക്കാളെ മെനക്കേട്ടും വെറുപ്പെടുത്തിട്ട് കാര്യമല്ല. ഇപ്പൊ എന്താക്കാനാ? എല്ലാവരുടെ അവസ്ഥ ഇങ്ങനെ തന്നെയാ. അതോ പിന്നെ ഞാൻ വെറുപ്പിടിച്ച് പറയല്ല. ഇനി കാണുന്നില്ലേ മെനക്കേട്ട് എനിക്ക് വേറെ ഒന്നും ആക്കാനാണ്. ഇതോ നോക്കി ഇങ്ങനെ കുത്തിരിക്കണം. അമ്മേനെ തന്നെ ആക്കിയെന്ന് ആരെങ്കിലും ഒന്ന് വന്നു നോക്കണ്ടേ? ഇപ്പൊ എന്തൊരു മാസമായി തീരെ ഒരാളും കാര്യം വരാത്ത. നടക്കുന്നവരെല്ലാവരും ഉണ്ടായിരുന്നു. ഉണ്ടെങ്കിലും വന്ന് മഞ്ഞ് വായിക്കൊണ്ടുപോകും. ഇപ്പം കിടന്നു നോക്കുമ്പോ ആരും ഇല്ല. ഞാൻ തന്നെയുള്ളൂ. ഞാൻ ഒന്ന് കാര്യം കാണട്ടെ. ഞാൻ ഇന്നലെ ഇങ്ങോട്ട് വന്നിട്ടില്ലല്ലോ. മക്കളെ അമ്മേ മോ എന്തൊരു മൂത്രം വേണാന്നോ? വെള്ളം എവിടെയൊക്കെ ഗീച്ചിന്ന് പറഞ്ഞ് വയറ്റിന്ന് പോയി കഴിക്കൂ. എന്തൊരു മണാ മോ. എന്തായാലും ഭാര്യക്കാര് വരുമല്ലോ. ഇപ്പൊ ഞങ്ങളോട് പറഞ്ഞിക്കല്ലേ സംഭവമൊക്കെ. വലിയ പൊരിയല്ലാന്നല്ലോ അല്ലേ? എന്തോർക്ക് നോക്കാനാവില്ലെന്ന് വെച്ചാൽ ഭയങ്കരല്ലേ. നോക്കാൻ ആളില്ലാണ്ട് എന്താക്കും? അല്ലെ പിന്നെ ഒരു ഹോം നേഴ്സിനെ ഞാൻ വെക്കണം. ഈ ചേച്ചി ഉണ്ടാവും ഇവിടെ? ഇവിടെ വരില്ലേ ചേച്ചിയെ? പാലിയേറ്റ് വരുന്നത് നിങ്ങളാ? പറഞ്ഞേ. നിങ്ങൾ കേറുന്നാല് നിങ്ങൾ ഇവിടെ എവിടെയെങ്കിലും വന്നിനാ വലിയ ടിവിയില്? അല്ല ഇങ്ങോട്ടേക്കന്നെ അങ്ങോട്ടെന്നെ വന്നാ. കിടപ്പ് രോഗി അമ്മയാണല്ലോ ഇവിടെ? അമ്മയുണ്ടല്ലേ സുഖമില്ലാണ്ട്. ഇപ്പൊ ഇവിടെ ഉള്ള ഒരാള് വന്ന് പറഞ്ഞോണ്ടാ ഞങ്ങള് പെട്ടെന്ന് വന്നത്. എമർജൻസി ആയിട്ട് കുറച്ച് സീരിയസ് ആണല്ലേ. നിങ്ങൾ എവിടെയെങ്കിലും വന്നിട്ട് വന്നതാ? നിങ്ങളോട് ആര് പറഞ്ഞിട്ട് വന്നതാ? ഞങ്ങള് പാലിയേറ്റീവ് വരുന്ന അറിയിക്കാൻ മാത്രമൊന്നുമില്ല. കിടപ്പ് ആന്ന് ഭർത്താവിന്റെ അമ്മ. അങ്ങനെ സീരിയസ് ആയിട്ടൊന്നുമില്ല. അതാ ഷീബ വന്നത് പാലിയേറ്റിക്കാരാ? നിങ്ങൾ എത്തിയോ? നിങ്ങൾ ഇവിടെ ഉണ്ടായിനാ? വീട് ഇവിടെ അടുത്ത് തന്നെയാ? ഞങ്ങൾക്കൊന്ന് അമ്മേനെ കാണണം. അതിനുള്ള അകത്ത് കയറിക്കാണ്ടെ. നിങ്ങൾ കണ്ട ഞാനിപ്പൊ മൂത്രം എല്ലാം ഒഴിച്ച് വെടുപ്പാക്കിയാണ്. ഇപ്പൊ ആദ്യം ഉണ്ട് തോന്നുന്നു മൂത്രം ഒഴിച്ചിക്ക് മണക്കുന്നുണ്ട്. അത് കുഴപ്പമില്ല, ഞാനൊന്ന് കാണട്ടെ. എന്താണ് ഇതെന്തിങ്ങനെ കോടി കിടക്കുന്നേ? ഇവിടെ ഒന്ന് ഇത്തിരി വെളിച്ചല്ല ആക്കി വെച്ചോട്. തുറന്നിട്ടൂടെ നോളി? അമ്മ ഇങ്ങനെ തന്നെയാ കോടി കിടക്കുന്നില്ല? എപ്പോ അങ്ങനെ കോടി കിടക്കുക. ഇപ്പൊ മൂത്രം ഒഴിക്കുകയും വയറ്റുന്ന് പോവുക ചെയ്തിരിക്കും. ഇങ്ങനൊക്കെ ഇപ്പം കണ്ടാൽ അറിയാം. ഓളിപ്പം പറഞ്ഞിട്ടില്ല ഞാൻ ഗീച്ചിക്കുന്നൊക്കെ. നിങ്ങളൊന്ന് നോക്കിയാൽ അറിയാം സ്ഥിതി. എന്താ വേദന ഉണ്ടോ? എവിടുന്നാ വേദന? കയ്യിൽ ഇങ്ങനെ തന്നെ വെക്കുന്ന കൈയൊക്കെ എപ്പോ ഇങ്ങനെ തന്നെ മരവിച്ച പോലെ തന്നെയാണല്ലേ. എന്തായാലും നിങ്ങൾ ഇന്ന് വന്ന് പറഞ്ഞത് നന്നായിട്ട്. പാലിയേറ്റീവിലില്ലേ ആരറിയുന്നേ? ഇങ്ങനെ എത്ര ആൾക്കാരാ ഓരോരുത്തരെ കൊണ്ടുവരുന്ന വിധം മാറിയല്ലോ. എന്തായാലും ആ ഗുണം നിങ്ങൾക്ക് കിട്ടും. ഞാൻ നിങ്ങളോട് വന്നു പറഞ്ഞ കാര്യമൊന്നും ഇവിടെ അറിയല. അല്ലെ പുഴയരിച്ചു പോകേനോ? ഇത് ഇങ്ങനത്തെ അവസ്ഥയിലല്ലേ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഞാൻ വന്ന് പറഞ്ഞതും. വലിയ കാര്യങ്ങൾ ചെയ്ത് ഇങ്ങനെയുള്ള വീട്ടുകാർ ഇടവൽക്കാരെല്ലാം ഉണ്ടെങ്കിലാന്ന് ചില ആൾക്കാർ പറയൂല. അതാണ് ഇനിയിപ്പോ എന്തായാലും ഇതിന്റെ നടപടി ഇപ്പൊ എന്തായാലും പാലിയേറ്റീവ് ഇത്രയും പെട്ടെന്ന് ചെയ്യും. അതാ നല്ല. എത്രയും പെട്ടെന്ന് നിങ്ങൾ നോക്കണം എന്തായാലും.